ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരാൾ അയച്ചു തന്നിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ്. അപ്പം നമുക്ക് സ്റ്റോറി കേൾക്കാം. ഇതെൻ്റെ ഇക്കാടെ ഭാര്യയുടെ കഥയാണ്. എങ്കിലും അതും എന്ന് അറിയാൻ എപ്പോഴും കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്താം. എന്റെ പാപ്പ മൊയ്തീൻ ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന അഭിമാഷാണ്. ഇപ്പോൾ റിട്ടയർഡായി. കുറച്ചു വർഷമായി. എൻ്റെ ഉമ്മ മയങ്ങുന്ന ഒരു പച്ചപ്പാവം നാട്ടിൻപുറത്തുകാരി. ഇവരുടെ മൂത്ത മകൻ, അതായത് എൻ്റെ ഇക്ക, ആഷി എന്ന് വിളിക്കുന്ന ആഷിക്ക് 37 വയസ്സ്, ഹൈക്കോടതി ലോയറാണ്. അതിന് താഴെ എൻ്റെ ഇത്ത അമീറ, 33 വയസ്സ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവ് എൻ്റെ ആകെയുള്ള ഒരനയൻ ഫിറോസു, മൂപ്പര് ഗൾഫിലാണ്. പിന്നെ ഇത്താത്തക്ക് 2 കുട്ടികളുണ്ട്, എൻ്റെ അമ്മൂസും അപ്പൂസും. അമ്മൂസ് 10ലാണ് പഠിക്കുന്നത്, പിന്നെ അപ്പൂസ് അവൻ 2. പിന്നെ ആസാരിക്ക, മൂപ്പര് 28 വയസ്സ്, പോലീസാണ്. ഭാര്യ സുർമി ഭാബി, 23 വയസ്സ്. അവർക്ക് കുട്ടികളായിട്ടില്ല. ഇനി ഞാൻ, എൻ്റെ പേര് അജ്മൽ, എനിക്ക് 19 വയസ്സ്, ഡിഗ്രി ആയിട്ടുള്ളൂ. എന്നെക്കുറിച്ച് പറയാനേ, നല്ല വെച്ചു തൊടുത്ത് ചുവന്ന് ജിം ബോഡിയൊക്കെയായി എന്തിനു കുറയ്ക്കണം, പഴയ ഋത്തിക് റോഷനെ പോലെ. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ഹൈറ്റും അല്ല നിന്നെ. എന്നെ പൊന്നു ചെമ്മായി മാറി. എന്നെ കാണാൻ കാലത്തിട്ടല്ല, ഒരു ഇരുനിറം. പിന്നെ അത്യാവശ്യം വയറുണ്ട്, ആവറേജ് പൊക്കവും. പിന്നെ ഒരു പെണ്ണിന് എൻ്റെ അത്യാവശ്യം നോർമൽ സാധനമൊന്നുമല്ല, അതാണ് അജു. അപ്പോ എന്റെ കഥയിലേക്ക്. എൻ്റെ പാപ്പാന്റെയും ഉമ്മാന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ഇക്കാനെ പെണ്ണിലെത്തിക്കണമെന്നുള്ളത്. ഇക്കാതെ 25 വയസ്സിൽ തുടങ്ങിയതാ. വെയിറ്റ് ചെയ്ത് അവസാനം ആസാദിക്ക് ഇക്കാനോ അവത്തേക്ക് ചെയ്ത് കിട്ടി. സുറുമി ബാബിനെ ഇപ്പൊ 2 കൊല്ലമായി. എന്നാലെങ്കിലും പുള്ളിക്ക് കെട്ടണമെന്ന് ചിന്ത വരും എന്ന് വിചാരിച്ച വാപ്പയും ഉമ്മയും ഞങ്ങളെല്ലാം മന്നന്മാരായി. പുള്ളിക്കൊരു കുഴപ്പവുമില്ല. പുള്ളിന് കെട്ടിക്കാൻ വേണ്ടി സുമി രീതി. ഇടയ്ക്ക് ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. ആസാദിക്കുകയും കാട്ടുന്ന റൊമാൻസ് കണ്ട് എനിക്കാണ് ഹാലിയാവുന്നത്. അവസാനം അത് മനസ്സിലായവര് ആ ഷോ എന്നെ നിർത്തി. പാവം ഞാൻ. ഇന്ന് എൻ്റെ ആമയത്തെ പറയുകയാണെ, അവരാണ് ശരിക്കും എൻ്റെ ഉമ്മ. എന്നെ പ്രസവിച്ചത് എൻ്റെ ഉമ്മ ആണെങ്കിലും എന്നെ വളർത്തിയത് ഇത്താത്തയാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ആണ് ഇത്താത്ത കിട്ടിയത്. എന്നാൽ എന്നെ പിരിയാനുള്ള വിഷമം കൊണ്ട് എനിക്ക് 14 വയസ്സ് വരെ ഞാൻ നോക്കിയത് എൻ്റെ ഇത്തയാണ്. അതായത് സുമി ദീദി വരുന്ന സമയത്താണ് ഇത്താത്ത അളിയനുമൊത്ത് ഗൾഫിലേക്ക് പോയത്. ഇപ്പോൾ അവിടെയാണ്. എന്നാലും എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. പിന്നെ എൻ്റെ ഇക്കമാർ 2 എനിക്ക് പേടിയാണ്. 2 പേരും വാപ്പാനെ പോലെ നല്ല പൊക്കവും ശരീരവും ഒക്കെയാണ്. എന്നോട് വലിയ കാര്യമാണ് 2 പുറത്ത് കാണിക്കില്ല. സുമി ദീദിയും കമ്പനിയൊക്കെയാണ്. എന്നും എൻ്റെ ഉടായ്പെല്ലാം കണ്ടുപിടിക്കും. എനിക്ക് ഇത്തിരി സിഗരറ്റ് വലിക്കുന്ന പരിപാടിയുണ്ട്. അത് കയ്യോട് പൊക്കിയത് ഈ ഭദ്രകാളിയാണ്. ഞങ്ങൾ തനിയെ കൂടാറുണ്ട്, എന്നാലും അതപ്പോൾ തന്നെ തീരും. നിങ്ങൾ വിചാരിക്കും ഇതാണ് കഥയിൽ നായികയെന്ന്. അല്ല, അത് ട്വിസ്റ്റാണ്. ആള് വഴിയെ വന്നോടും. അപ്പോ ഇനി വെയിപ്പിൽ ഒരു ഞായറാഴ്ച കിടന്നിറങ്ങുന്ന ഞാൻ ശീതാനി എണീക്കാൻ കിടന്ന് കാണുന്നത് കണ്ടപ്പോ തന്നെ ആളെ പിടിയിട്ടി. ഞാൻ പുതപ്പ് തലയ്ക്ക് മുകളിലൂടെ പുതച്ച് കമിഴ്ന്നു കിടന്ന് കൂർക്കം വിട്ടു. എടാ, നിന്റെ അവനെ ശരിയാക്കി തരാം. നിന്നെ ഞാൻ ഇന്ന് പുറം പൊതിയാൻ ഒരടി കിട്ടിയപ്പോഴാണ് ഞാൻ ഞെട്ടി എണീക്കുന്നത്. എന്നാണ് ദീദി, ഞായറാഴ്ച ആയാലും എന്നെ വെറുതെ വിടൂല്ലേ? എന്തിനെ ഇങ്ങനെ ഭദ്രനായ തുള്ളി നിൽക്കണേ? മനുഷ്യന്റെ കുണ്ടി പൊളിങ്ങിപ്പോയി. എന്നെ നോക്കി കരുപ്പറ്റുകൊണ്ട് ദീദി പറഞ്ഞു. കണക്കായിപ്പോയി, ഇത് ചെറുത്. നിന്റെ ഇക്കമാൻ വയ്ക്കുന്നുണ്ട്.
ബാക്കിയുള്ളത് അവരുടെ അടുത്തുനിന്ന് മേടിച്ചു. അയ്യോ, എന്റെ സുന്ദരി തീറ്റിയില്ലേ, പൈസയും ആ വണ്ടിയുടെ താക്കോലും താ. വേറെയൊന്നുമില്ല, ഞായറാഴ്ച നിർത്തിയ മസ്റ്റാണ് ബീഫ്. അവിടെ എങ്ങാനും തീർന്ന എന്റെ മയ്യത്തെടുക്കാൻ എന്തുണ്ടാവും. ദീദി എന്നെ നോക്കി പറഞ്ഞു. അവന്റെ ഒരു സോപ്പ് എന്നാടാ പെട്രോൾ അടിക്കണേ. ഞാൻ പുച്ഛഭാവത്തിൽ ദീദിയെ നോക്കി. എന്നെ കൊന്നു വാങ്ങൂടെ? പറ്റൂലല്ലേ? അത് പറഞ്ഞപ്പോ ദീദിയുടെ ചിരി. അവന്റെ ഒരു ഡയലോഗ് ചിത്രം ഞാനും കണ്ടതാ, പക്ഷേ എവിടെയും എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഡയലോഗ് ഒന്ന് മാറ്റിയതാ. സുർമി, വേഗം ചെല്ലാൻ നോക്കടാ ചിക്ക. 2 കിലോ വാങ്ങിച്ചു, 100 രൂപ പെട്രോൾ ഒഴിച്ചു, ബാക്കി ഇനി കൊണ്ടുവന്നേക്കണം. അതിനൊന്നും നിന്റെ ചിരി ഒന്നാക്കും ഞാൻ. അയ്യോടാ, തന്നാലും ഇതൊക്കെ വേണ്ട, നല്ല പീസിന്റെ കയ്യിൽ നല്ലേ നമ്മളില്ലേ. സുർമി, കീങ്ങുമ്മി മറന്നും പോയാൽ മതി. ഞാൻ ദേഹത്തിനെ നോക്കി. ഒരു തമാശ പറയാൻ സമ്മതിക്കൂല എന്നും പറഞ്ഞ് ഞാൻ ഓടി. പുറകിന്ന് തോതോടെ വലിയ നടന്നു. പരിയിൽ തേച്ചിട്ടെങ്കിലും പോരാ. ഞാൻ വന്നനെ ആ പരിപാടി എന്ന് ബൗത്തി വേഗം വിട്ടു. യോസിക്കട എത്തുന്ന വരെ ടെൻഷനായിരുന്നു. വിളിക്കാത്ത ദൈവമൊന്നുമില്ല. പരാതി ഇല്ലാണ്ടിരിക്കാൻ നിങ്ങൾ വേറെയും കഴിച്ചു. ഭാഗ്യ സാധനം കെട്ടി വേഗം വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ദേ ഇരിക്കണോ ചാരുകസേരെ വാപ്പ. എവിടെ പോയതാ നീ? എന്റെ പൊന്നോ, കണ്ടില്ലേ, ഇറച്ചി മാമാൻ പോയതാ. അതും കൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. വാപ്പ എന്നെ നോക്കി ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എനിക്കറിയാം. മേലെ ചെന്ന് ചാരിയത് ആ കാത്തന്മാരുടെ മുമ്പിൽ. പണ്ടാരം ഇവന്മാർക്കു പണിക്ക് നോക്കൂടെ മനുഷ്യനെ മെനക്കെടുത്താൽ. ആസാദ്, എന്താടാ പെറുപെറുക്കുന്നേ? അച്ചു, ഒന്നുമില്ല. ആസാദ്, നിനക്ക് രാവിലെ എണീറ്റ് ഞങ്ങളുടെ കൂടെ ഓടാൻ വന്നാൽ എന്താ? ഉറങ്ങിപ്പോയിക്ക. അവന്റെ ഉറക്കം അല്ലെങ്കിൽ നീ ശരിയാണല്ലോ. ദേ വന്നു ഇക്ക ശരിയാക്കിക്കോളും. അകത്തു നിന്ന് ആശയിക്കാൻ ഇറങ്ങി നിന്നു എന്നെ നോക്കി പെരുപ്പിക്കുന്ന പോലെ. നിങ്ങൾ രാവിലെ എനിക്ക് പറഞ്ഞ കേൾക്കൂലു. നിന്നെ കാരണം നാണം കെട്ട മതിയായി. പൊന്നെ, നിന്റെ +2 മാർക്ക് ലിസ്റ്റ് കണ്ട് എല്ലാരും എത്തിപ്പോയി. ഇക്ക അത് പറഞ്ഞപ്പോ സുമീതിയും ആസാദക്കയും ചിരിപൊട്ടി. ആശയിക്ക തുടർന്നു. 45% മാർക്ക്. എന്റെ തൊഴിൽ ഒരുങ്ങിപ്പോയി. അവസാനം മഞ്ചേരിക്കാരെ കാല് പിടിച്ചിട്ട് അവിടെ ഒരു ചാൻസ് റെഡിയാക്കിയത്. ഇനി അവിടെ ഇതുപോലെ ഉഴപ്പാനാ ഉദ്ദേശമെങ്കിൽ പൊന്നു മോനെ അച്ചു, എന്നെ ഇവിടെ നിൽക്കണ്ട. ഞാനത് കേട്ട് തല താഴ്ത്തിയാണ് കിറ്റുവൻ അടുക്കളയിൽ പോയത്. സുമീതി എന്നെ നോക്കി ചിരിച്ചു. അവിടെ ദോശ ചുടന്ന ഉമ്മനെ പോയി കെട്ടിപ്പിടിച്ചു. അന്നാ ആരാ ഇത്? ഊണ് മുത്തെണീറ്റോ? എന്താ ഇത്, കരയാണോ? ഞാൻ മുഖം എടുത്തുകൊണ്ട് ഞാൻ പോണമ്മ ഇവിടുന്ന്. എവിടെയെങ്കിലും ആർക്കും എന്നെ ഇഷ്ടമല്ല. ഇക്കന്മാർ എപ്പോ കണ്ടാലും ഇതാണ് അവസ്ഥ. ഇങ്ങനെ ആർക്കും വേണ്ട. അപ്പോഴേക്കും അങ്ങോട്ട് സുമീതി കയറി വന്നു. ആ ശരിയമ്മ, ഇങ്ങനെ സ്വീറ്റ്സ് എനിക്ക് തന്നേക്ക് ഫ്രിഡ്ജിനടുത്ത്. അവര് കൊണ്ടുവന്നില്ലേ? അത് പറഞ്ഞപ്പോ എന്റെ മുഖം വിടർന്നു. അത് ഞാൻ തിന്നോളാം. സോമി, അമ്മ ഇപ്പൊ തിന്നണ്ട. അവർക്ക് നിന്നെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഇതെനിക്ക് കൊണ്ടുവന്നതാ അല്ലേ ഉമ്മ? തീയതി ഉമ്മയെ നോക്കി ചിരിച്ചു. ഞാൻ എന്റെ കയ്യിലുണ്ടായ ബാക്കി പൈസ ദീദിയുടെ കയ്യിൽ കൊടുത്ത് മുഖം മാറ്റി പോകാൻ പോയപ്പോ എന്റെ കയ്യിൽ കയറി പിടിച്ചു. ദീദിയുടെ മിനുസമുള്ള കയ്യിൽ എന്റെ കയ്യിലിഞ്ഞു. പക്ഷേ അതിലും ബലം കൊടുത്തിരുന്നില്ല. അപ്പൊ തന്നെ കൈപിടിക്കാൻ നോക്കി. ഡിമാൻഡിനാണെങ്കിലോ ദീദി ഒന്നും കൂടെ പിടിച്ചു എന്ന് പറഞ്ഞു. എടാ കുഞ്ഞു,
എനിക്ക് ഇങ്ങനെ തല്ലിപ്പൊടിക്കാനും സ്നേഹിക്കാനും ആകെ നിന്നോട് മാത്രമല്ലേ പറ്റൂ. നീ ഇന്ന് അനിയനായതുകൊണ്ടല്ലേടാ. ഞാൻ എപ്പോഴെങ്കിലും പൈസ തന്നിട്ട് നിന്റെ വാങ്ങിയിട്ടുണ്ടോ? സോറി ദീദി. പോട്ടെ, അത് എനക്ക് തന്നെയുള്ളതാ. പോയി പല്ല് തേക്കി എന്നിട്ട് കഴിച്ചു. പിന്നെ അവർക്ക് നിന്നോട് സ്നേഹം മാത്രമേ അത് നിനക്ക് മനസ്സിലാവാണ്ട. ഓ ശരി, പല്ലൊക്കെ ഞാൻ നേരത്തെ തേച്ചു. സോറും പഠിച്ചോന്നറിയാം. ഞാൻ വീട്ടിലെ ഹോളിഡേ ഇന്ന് ചായ കുടിക്കാൻ നേരം പറഞ്ഞു. ആഷിക്ക് ആ കിറ്റിങ് എടുത്ത് എന്റെ റൂമിൽ നിന്ന്. ഞാൻ എണീക്കാൻ നേരം എന്റെ കയ്യിലേക്ക് ഒരു സവടി ഇരുത്തി. ഉമ്മ കിറ്റ് തുറന്നപ്പോ ശരിക്കും ഞെട്ടിങ്ങാൻ. അത് ഐഫോൺ ലേറ്റസ്റ്റ് മോഡൽ ഫോൺ. ഇതൊക്കെ എന്റെ നേരെ നീട്ടി. ഇതല്ലേ ഈ കുറച്ച സാധനം, ഇനി ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഉഴപ്പണ്ട. അത് പറഞ്ഞപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞൊഴുകി. ഞാൻ കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുത്തു വയ്ക്കാനെ ഇക്കയും ഉമ്മയും എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ഫോണുമായി നേരെ റൂമിലേക്ക് പോയി പുതിയ ഫോണിലേക്ക് സിമ്മിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പൊ പുറകെയൊരു സൗണ്ട്. എടാ, പുതിയ ഫോൺ കിട്ടിയപ്പോ എന്നെയൊക്കെ മറന്നില്ലേ? നോക്കുമ്പോ എനിക്ക് കൈയോടുത്ത് ഒരു പ്രത്യേക ലുക്കിൽ നിൽക്കുമാണ് രീതി. അച്ചു ഇങ്ങനെ നടക്കൂ, ആ സേഫ് എടുക്കാം. അവൾ അവനുമായി തലമും മിനന്നും ഫോട്ടോസ് എടുത്തു. അവനോട് ചേർന്ന് നിന്നാണ് എടുത്തത്. അവൻ അത് തന്നെ നദിയിന്നത്തേക്ക്. അവൻ അവന്റെ ഷോൾഡറിൽ കൈവച്ച് കെട്ടിപ്പൊടിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. അവൾക്ക് അവൻ അനിയനായോണ്ട് രണ്ടാൾക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അമ്മനെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ ചെയ്തത് ചെറുപ്പത്തിൽ തന്നെ വളർത്തിയ ആമത്താക്ക് വാട്സാപ്പിൽ ഒരു ഹായ് കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും എത്താത്ത അതേ വീഡിയോ കോൾ ചെയ്തു. അമ്മയുടെ അനുഭവത്തിനാണ്. ഇതുപോലെ ഉള്ളിന്റെ കയ്യിലുണ്ടായത് ഒരു ചെറിയ ഫോണാണ്. അതിൽ സാധാരണ ഗെയിംസ് എല്ലാം കളിച്ചിരിക്കലാണ് മൂപ്പരുടെ പതിവ്. ഇപ്പൊ ആദ്യമായാണ് കോൾ എടുത്തപ്പോ അമ്മ തലക്ക് അവന്റെ ഇത്താത്തയെ കണ്ടു. അവന്റെ കണ്ണു നിറഞ്ഞ് സന്തോഷം കൊണ്ട്. ആമി, അയ്യേ, ഇത്താത്താടെ അജിക്കുട്ടൻ എന്തെങ്കിലും കരയനെ. സന്തോഷം കൊണ്ടാണിത്ത. എന്റെ കുട്ടി വലുതായല്ലോ, ചെറിയ പൊടിമീശയൊക്കെ ആയി. അതെങ്ങനെടാ വിത്തനാനൊന്ന് താടിയോ? അവൾ അത് പറഞ്ഞ് ചിരിച്ചു. പെട്ടെന്ന് അവന്റെ മുഖത്ത് സങ്കടം വിരിച്ചു കയറുന്ന പോലെ തോന്നി. അയ്യോ അജുക്കുട്ട, ഇത്താത്തത് തമാശ പറഞ്ഞതല്ലേ, പിണന്നല്ലേ? ഇത്താത്തയും തടിച്ചറിയോ? ഹോ, അത് ഇവിടുത്തെ ഫുഡിന്റെ ഇല്ലേ? എപ്പോഴാ വരുന്നേ? എനിക്ക് കൊതിയാകുന്നു എല്ലാരെയും കാണാൻ. എനിക്കും എന്റെ അജുക്കുട്ടനെ കാണാൻ കൊതിയാകുന്നുണ്ട്. വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താ ഇത്താ? അത് അവനെ പറയാൻ പാടില്ല. വരുമ്പോ കണ്ടു. പിന്നെ എന്റെ മൂന്നിനെ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, എന്റെ ഇത്താത്താനെ കണ്ടാൽ മതി. അത് ചൊന്നേനെ ഞാനും പറഞ്ഞേ, 2 വയസ്സിനായി നിന്നെ വരുന്നുണ്ട് പോരെ? സത്യേനു? അതേടൊന്നു. പിന്നെ ആരെ അറിയിക്കണ്ടോ ഇപ്പോ? ഈ താത്ത. ആ ഫോണിലെ അമ്മനെ കഴിയൂ. പിറ്റേ ദിവസം അവൻ പുതിയ കോളേജിലേക്ക് പുറപ്പെട്ടു. അവന്റെ കോളേജും ക്ലാസ് മുറിയും എല്ലാം അവൻ ഇഷ്ടമായി. അവന്റെ കൂടെ പഠിച്ച ആരും തന്നെയില്ല. എല്ലാരും പുതിയ കുട്ടികൾ. പെണ്ണുങ്ങളെല്ലാം മോഡേൺ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് തന്റെ സെയിം ഏജുള്ള ആൺകുട്ടികളെല്ലാം നല്ല സൈസ്, 6 പാക്ക് ബോഡിയും കട്ടത്വാടിയും. താൻ മാത്രം അത്ര ലുക്കില്ല. അവന്റെ പോലെയുള്ള 2-3 ജാടയില്ലാത്ത കൂട്ടുകാരുമായി അവൻ കമ്പനിയായി. പിന്നെ അവനെ പഠിപ്പിക്കുന്ന 4 സാറും 2 ടീച്ചറും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അക്കൗണ്ടൻസി എടുക്കുന്ന ടീച്ചർ മാറി പുതിയ ടീച്ചർ വന്നു. ഇനി ഞങ്ങൾക്ക് പുതിയ ടീച്ചർ വരും. എല്ലാവരെയും നോക്കിയിരിക്കുവാണ് ടീച്ചറെ.
അതിനിടയിൽ പുതിയ ടീച്ചറെ കുറിച്ച് കമന്റ്സ് ഒക്കെ വീണു. നല്ല സുന്ദരിയ, അടിപൊളിയാണ് കാണാൻ എന്നൊക്കെ. ഞാനത് മൈൻഡ് ആക്കിയില്ല. എന്തായാലും വരും, അപ്പൊ കാണാം. എത്ര വലിയ ചരക്കും സുന്ദരിയായാലും ഏതായാലും എനിക്ക് ഗുണമുണ്ടാവില്ല. എന്ന് മൂക്കൊക്കെ പോലും ചെയ്യൂല, ഉറപ്പ്. അതിനുദാഹരണം ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ടും ഇന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് ചെന്ന് നീണ്ടുമ്പോ എന്ത് അന്യഗ്രഹ ജീവിയെ പോലെ അവര് കാണുന്ന. പറഞ്ഞിട്ടെന്താ, ഇതുപോലത്തെ പടുപടി പോലത്തെ ശരീരം ശക്തിറ്റുറ്റം മുഴച്ചു നീക്കുന്ന കുടവയർ, പിന്നെ കാണാൻ കറുപ്പ്. അത്ര കറുപ്പല്ല ഇത് നിറം. ആ പോട്ടെ, എന്തിനാ വെറുതെ വായു പൊളിക്കണേ? നമുക്ക് മിതിച്ചത് എവിടെയെങ്കിലും ഉണ്ടാകും. ഞാനില്ലേ ബെഞ്ചിനരിയിൽ നിലത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നൊരു കിരുനാഥം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കണ്ടത് ഒട്ടും ഹീലില്ലാത്ത സാധാ ലേഡീസ് ചെരുപ്പിൽ പൊതിഞ്ഞ ഭാര്യന്റെ നിറമുള്ള 2 കാലുകൾ. അതാ കറുത്ത ചെരുപ്പി വെള്ളിക്കൊലസിനിട്ട്. എന്നാൽ അതിനെ മറച്ചുകൊണ്ട് ഒരാകാശനീയ സാരിയും അതിന്റെ ലൈനിങ്ങിനിടയിൽ ലൈറ്റ് കളർ അരിപ്പാവാടയും. മുകളിലേക്ക് വരുന്തോറും നല്ല ഉരുണ്ടു പോലത്തെ കാല് ആണെന്ന് തോന്നുന്നു. നല്ല ഷേപ്പ്, ഒറ്റ ശരീരം, എല്ലാം ആവശ്യത്തിന്. പോരാത്തതിന് നല്ല ഫേസ് തുടിത്തിൽ ഐശ്വര്യം തുളുമ്പുന്ന മട്ടൻ മുഖവും ചെറിയ കുഞ്ഞ് പൊട്ടും പൊത്തിയിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇടാതെ തന്നെ നല്ല ഓറഞ്ച് അല്ല പോലത്തെ ചുണ്ട്. കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി. മേനെ നോക്കിയതും എന്നെ നോക്കിയൊരു ശരിയും. ആദ്യമായാണ് എന്റെ വെളുത്തിൽ നിന്നല്ലാതെ ഒരു പെണ്ണ് എന്നെ നോക്കി ചിരിക്കുന്നത്. ഞാൻ ലേശം ചമ്മയം പോലെയായി. കാരണം അവരെ നോക്കിയത് കണ്ടിട്ടുണ്ടാകുമല്ലോ. പിന്നെ പതിയെ ടീച്ചർ എല്ലാവരെയും പരിചയപ്പെട്ടു. കൂട്ടത്തിൽ ടീച്ചർ അവരുടെ പേരും പറഞ്ഞു. ദേവിക. ശരിക്കും ദേവി തന്നെ. ഒരു രക്ഷയുമില്ല. കല്യാണം കഴിഞ്ഞതാണോ ആവൂ. എന്തായാലും കൊള്ളാം. അതുപോലെ അന്നത്തിന് ഇന്നാനും കെട്ടണം. ആഹാ, അന്തസ്. അതോ ഞാൻ മറന്നു. വേണ്ട, എന്റെ ടീച്ചറല്ലേ. അമ്മന് ക്ലാസ്സൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ തീരുമാനമായി. നമ്മളെ പഠിപ്പിയല്ലോ, അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായി. അതുകൊണ്ട് തന്നെ എന്റെ പേര് ഫേമസ് ആയി. പക്ഷേ എന്തോ ഇവരുടെ ക്ലാസ്സിലിരിക്കാൻ ഒരു പ്രത്യേക ആകർഷണം തോന്നി. നമുക്ക് താല്പര്യമുള്ളവരുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. പോരാത്തതിന് പുള്ളിക്കാരിക്ക് എന്നോട് ഒരു പ്രത്യേക കെയറിങ്ങും. എല്ലാം കൂടി ആയപ്പോ അറിയാണ്ട് തന്നെ പരസ്യോനെ വിളിച്ചുപോയി. പരസ്യോനെ, അവന് കിട്ടിയിട്ടില്ലേ, എനിക്ക് തന്നെ കെട്ടിച്ചു തരണേ. അങ്ങനെ ക്ലാസ്സൊക്കെ ഭംഗിയായി നടന്നു. ദേവ് ടീച്ചർ എന്നെ കാണുമ്പോൾ എപ്പോഴും ചിരിക്കുമായിരുന്നു. പോരാത്തതിന് എന്നെ അജു എന്ന് വിളിച്ചപ്പോ ഞാൻ ഫ്ലാറ്റ്. അതെ, ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്ക് ഇത്തിരി അസൂയ ഉണ്ടായിരുന്നു. ടീച്ചർ എന്നോട് വലിയ കാര്യമായല്ലോ. ചിലവന്മാര് പറയുന്നത് കേൾക്കാം. ആ കോന്നിൻ നാഴിക്ക് ആ ചരക്ക് വീണെന്ന് തോന്നുന്നു. കോളേജ് വിട്ടു പോകുമ്പോ 2 ആളും വർത്താനം പറഞ്ഞാ പോകുന്നേ. ആ നാവിയുടെ ഒരു യോഗം. അത് പറഞ്ഞപ്പോ ശരിക്കും ഞാനങ്ങ് പോയി. ഞാൻ എവിടെയൊന്നുമില്ല എന്റെ ചങ്കായ സുമീതയോടും ആ മേത്താനോടും പറയാറുണ്ടായി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാനും ഫ്രണ്ട്സും പോവുകയാണ്. പെട്ടെന്ന് തന്നെ പുറകെ നിന്നും ഒരു വിളി, അജു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ദേവ ടീച്ചറാണ്. ആ കുണുങ്ങി എന്നെ ഇത്തിരി വേഗത്തിൽ നടക്കുമ്പോൾ ടീച്ചർ മുഴുവനായി ഒന്ന് കുലുങ്ങി നടക്കുമ്പോൾ എന്തായാലും കിട്ടൂല, നോക്കെങ്കിലും ചെയ്യാലോ. ദേവു, എന്താണ് നിന്താണ്ട് പോയേ? അജു, ടീച്ചർ അത് പിള്ളേര് നമ്മൾ നടന്നു പോകുമ്പോ വേണ്ടാത്ത കമന്റ്സ് ഒക്കെ പറയുന്നു. വെറുതെ എന്തിനാ ടീച്ചർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നേ? ദേവു ഒന്ന് നോക്കിക്കൊണ്ട്. പറയുന്ന മൂന്നന്മാർ അവിടെ കിടന്ന് പറയട്ടെ.
എനിക്ക് നീ എന്റെ സ്റ്റുഡന്റ് ആണ്, പിന്നെ നിന്നെ എന്റെ സ്വന്തം അനിയൻകുട്ടനായാണ് കണ്ടേക്കുന്നത്. മനസ്സിലായോ? ഞാൻ അതിന്റെ തല കുലുക്കി. ഞങ്ങൾ വീണ്ടും മുട്ടിയിരുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പുറപ്പെട്ടു. ദൈവന്റെ കൂടെ നടക്കുമ്പോൾ ആ ശരീരത്തിന്റെയും മുറിയിൽ നിന്നും വരുന്ന ഒരു പ്രത്യേകമായ ദൈവമെ അവിടെ വെച്ച് തന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നി. എന്ത് ചെയ്യും? ദൈവം എന്താണ് ആലോചിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. ദൈവം അത് കേട്ട് ചിരിച്ചുകൊണ്ട്, നാളെ വരുമ്പോ ആ പ്രോബ്ലം ചെയ്തില്ലേ, ഈ ചിരിയെല്ലാം ഞാൻ നൃത്തം കേൾക്കാം. പിന്നെ എനിക്കറിഞ്ഞൂടെ ടീച്ചർ എന്നെ തല്ലൂല എന്ന്. ദേവു: ആരോ കൊള്ളാലോ, എന്നാ പൊന്നി മോൻ നാളെ വാ, അതെങ്ങാനും ചെയ്യാണ്ട് അപ്പൊ അറിയാട്ടോ. മീനെ എന്റെ തലയ്ക്കെന്ന് കിലുക്കി വാത്സല്യപൂർവ്വമാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മോട്ട് CM സ്ക്രീൻ വന്നു. പറക്കുമ്പലിന് പോലത്തെ ബസ്സാണ്. എക്കത്തിനെയും കുത്തി നിറച്ചുകൊണ്ടുള്ള വരവാണ്. എന്ത് ചെയ്യാം, കേറാണ്ട് വരെ വഴിയില്ല. തിക്കും തിരക്കും കാരണം ഒരുവിധം അതിന്റെ അകത്തേക്ക് കയറി. ടീച്ചറിന്റെ ഭാഗ്യം കൊണ്ടാണ് എന്നറിയില്ല, ടീച്ചർ മെനങ്ങി വന്നപ്പോഴേക്കും ടീച്ചറിന്റെ അടുത്തുനിന്ന് ഒരു ചേച്ചി എണീറ്റു. ടീച്ചർ അവിടെ ഇരുന്നു. ഞാനാണെങ്കിൽ നിന്നത് ഒരു യമന്റെ നൈറ്റത്തിന്റെ ബാക്കിലും. അതും ടീച്ചറാണ് ആള്. പേരിൽ നിന്ന് ഇരുനിറം, പക്ഷേ ഐറ്റംസ് എല്ലാം ആവശ്യത്തിൽ കൂടുതൽ. ബ്രേക്ക് ഇട്ടപ്പോ ചെറുതായി ഞാൻ അവരുടെ ബാക്കിൽ ചെന്നിടിച്ചു. തിരിഞ്ഞു നോക്കിയ അവർ ഒരു ചിരിയും ചിരിച്ചു. ഒരു രസം തോന്നി. എങ്കിലും പെട്ടെന്ന് ദേവന്റെ സീറ്റിലേക്ക് നോക്കുമ്പോൾ ഇത്ര നേരം പാർവതി ദേവിയെ പോലെ പ്രസരിച്ചു നിന്ന ദേവു ഇപ്പൊ ഭദ്രകാളിയെ പോലെയായി. പെട്ടെന്ന് എന്നോട് കൈ കാണിച്ചു വരാൻ പറഞ്ഞു. ഞാൻ ഒരുവിധം ബസ്സിനുണ്ടായ തരണി മണികളെ മുപ്പി ഒരുങ്ങി ദേവുന്റെ സീറ്റിന്റെ മുന്നിലേക്ക് പോയി. ദേവു എന്റെ ബാഗ് വാങ്ങി മതിയെ വെച്ച് എന്നോട് സീറ്റിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കണ്ടക്ടർ അങ്ങോട്ട് വന്നു. അങ്ങോട്ട് ഒതുങ്ങി നിന്നേ. അപ്പോഴേക്കും ദേവുന്റെ കൈ എന്റെ മുതുകിൽ കൂടി ചേർത്ത് സീറ്റിന്റെ കമ്പിയിൽ പിടിപ്പിച്ചു. ദേവുന്റെ കാലയിൽ വന്ന് എന്റെ കാല് തട്ടി നിന്നു. ഭാഗ്യത്തിന് എന്റെ ബാഗ് ഉള്ളത് കൊണ്ട് അതിൽ ചേർത്ത് നിർത്തി. സ്റ്റോപ്പ് എത്തിയപ്പോൾ ദേവുവിന്റെ ടാറ്റയും പറഞ്ഞ് ഞാൻ ഇറങ്ങി. സ്റ്റോപ്പിൽ ഇനി 2 കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക്. വല്ല അറുവിന് ചേട്ടായുണ്ടെങ്കിൽ ഗിഫ്റ്റ് തരും, അല്ലെങ്കിൽ കാണുന്നത് നന്ദി ശരണം. അപ്പോഴാണ് അവിടെ പച്ചക്കറി കടയിൽ ഒരാൾ കുനിങ്ങി സാധനമേ എടുത്തു കൊടുക്കുന്നു. ആ നിൽപ്പ് കണ്ടാൽ അറിയാം നല്ല പരിചയമുള്ള ആളാണെന്ന്. നോക്കുമ്പോൾ സുർമി ദീദി. ഞാൻ നേരെ അമ്മോട്ടേക്ക് ചെന്നു. കുനിങ്ങി നിന്ന് പച്ചക്കറിനെ എടുക്കുമാണ് ദീദി. ചില ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിലേക്ക് തയ്യ നിൽക്കുന്ന കുടങ്ങളെ കൊതിയോടെ അവിടെയുള്ള വായ്മോക്കിനെ നോക്കുന്നു. ദീദി സാധനങ്ങളെല്ലാം എടുത്ത് തിരിഞ്ഞ് എന്നെ കണ്ടപ്പോ, അല്ല സാരഥ്യോ, എന്നെ ഈ സാധനനെ പിടിക്കും. അത് സീറ്റിന്റെ ഉള്ളിൽ എങ്ങാനും വെക്കണ്ട പെണ്ണുമ്പിള്ളേ. എടാ ഇത് കുറയുണ്ട്. അജു എന്ന് ഞാൻ മന്ത്രിയോടൊക്കാം. ദീദി ബാക്കിലിരുന്നു. അയ്യോടാ, ഇയാള് ബാക്കിലിരുന്നാ മതി, വല്ല ചെക്കിങ്ങും എന്നാലേ അവര് നമ്മളെ പൊക്കും. SIയുടെ ഭാര്യയും മനിയനുമോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ അങ്ങനെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ബസ്സിൽ വെച്ച് തന്നെ ആശാൻ ഉണർന്നിരിക്കായിരുന്നു. ഇപ്പൊ ദീദിയുടെ കൂടെ വണ്ടിയിൽ പോകുമ്പോ കിട്ടുന്ന സ്പർശന സുഖമാണ്. എന്തിനാ വെറുതെ വേണ്ടാന്ന് വെക്കണേ? പോകുന്ന വഴിയിൽ അജു ചോദിച്ചു, ദീദി പുറത്തു പോകുമ്പോ ചുരിദാർ തന്നെ ഇട്ടാ പോരെ, എന്തിനാ ഈ പർദ്ദ ഇടുന്നേ? അതിനെന്താടാ? ഒന്നുമില്ല, ഞാൻ നേരത്തെ നോക്കുമ്പോ ദീദി സാധനമേ എടുക്കുമ്പോ എല്ലാം വായി നോക്കിയതേ കണ്ണ് ദീദിയുടെ മേത്തായിരുന്നു. അയ്യേ അസത്തൊക്കെ ഞാൻ നോക്കി നിന്നോടാത്. ദീദി എന്ന് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്.
ഞാൻ പറഞ്ഞതാണ് ദീദി. എന്ത് ചെയ്യാനാ? ഇതെന്നെ മുന്നിൽ നിന്നെ കൊണ്ടുവന്ന പറുതയാറാ ടൈറ്റായി. നിന്റെ ക്യാമറ പറഞ്ഞ് കേൾക്കണ്ടേ? എന്റെ ഒരു യോഗം. എന്നിട്ട് എന്തെങ്കിലും നേനെന്നുണ്ടെങ്കിൽ എന്നെ നീതിയുമല്ല കൊണ്ടുവരണം. ദീദി അത് പറഞ്ഞപ്പോ എനിക്കും സങ്കടമായി. പാവം. അപ്പോഴേക്കും വീടെത്തി. ഞാനും ദീദിയും സാധനങ്ങൾ ഓരോന്നായി അകത്തേക്ക് കയറി. എന്താ പറയാ, കുറച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നാണ്. ദീദി അത് പറഞ്ഞപ്പോ ഉള്ളിൽ മൂടും പോയി. ഞാനൊരു കാര്യം തീരുമാനിച്ചു. നേരെ പോയി എന്റെ അലമാരിയിൽ നിന്നും മാറ്റിവെച്ച കുറച്ച് ക്യാഷ് ഉണ്ടായി. 8,000 രൂപ. വേറെ ഇങ്ങനെയുമില്ല. ഒരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങാനാണോ ഉണ്ടായിരുന്നു. ഇക്കാക്ക തന്നപ്പോ ആ പ്രശ്നം തീർന്നു. ഇതിപ്പോ ആ പാവത്തിന് വെച്ച ഡ്രസ്സ് എടുക്കാലോ. പതിപോലെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. നേരെ കോളേജിൽ പോയി. എന്റെ ടീച്ചറിന്റെ പീരിയഡിൽ ടീച്ചറെ നോക്കി ആസ്വദിച്ചു. വൈകുന്നേരം ഒരു ലേഡീസ് ഗാർമെന്റിൽ കയറി. ദീദിക്ക് ചേരുന്ന 2 പറുത എടുത്തു. അതിന് മാച്ച് ചെയ്യുന്ന ഹിജാബും. ഒരു പറുത ബ്ലാക്കിൽ പിങ്കാണ്, ഒരെണ്ണം ഒരു കുങ്കുമ കളർ, പിന്നെ ഒരു 4 വീട്ടിൽ ഇടാൻ പറ്റിയ സൈസ് ചുരിദാർ. ഒരു ഊഹം വെച്ച് വാങ്ങിയാണ്. അളവ് കറക്റ്റ് അല്ലെങ്കിൽ ദീദി മാറ്റിക്കോട്ടെ. ഞാൻ അതുമായി നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആരും കാണാതെ കിറ്റെടുത്ത് എന്റെ റൂമിൽ വെച്ചു. രാത്രി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ അടുക്കളയിൽ പോയി. അവിടെ പാത്രമായി കഴുകുന്ന തിരക്കിലാണ് കക്ഷി. ഒരു യെല്ലോ ചുരിദാറാണ്, ലേശം പഴകിയിട്ടുണ്ട്. ദീദി, അല്ല എന്താ സാറ് കിടന്നില്ലേ? ദീദി ഉറങ്ങാൻ പോണതിന് മുമ്പ് റൂമിലേക്കൊന്ന് നടന്നോട്ടാ. അത് പറഞ്ഞപ്പോ പിരിയും ഉയർത്തി ദീദി എന്നെ നോക്കി. അപ്പൊ ഞാൻ ദീദിയെ നോക്കി പറഞ്ഞു, ഒന്ന് മാവണ്ണുമ്പിള്ളേ, സീരിയസ് ആണ്. സുമി, എന്താ വല്ല ലൈനും കുത്തിയ നിന്നെ? അച്ചു, അതിനുള്ള യോഗമൊന്നും എനിക്കില്ല. ഞാൻ മുഖം താഴ്ത്തിയാണ് പറഞ്ഞത്. ദീദി എന്റെ മുഖം താഴേക്ക് പിടിച്ചുയർത്തി നനഞ്ഞ കൈ എന്റെ മുഖത്ത് കൊണ്ടപ്പോ അല്ലാത്തൊരനുഭൂതി. എന്നിട്ട് എന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനാ എന്റെ കുഞ്ഞു എങ്ങനെ ഡെസ്പാലനെ? അത്യാവശ്യം ഭംഗിയൊക്കെ എന്റെ കുഞ്ഞിനുണ്ട്. എന്നെ സ്നേഹം കൂടുമ്പോ ഉമ്മിരിക്കുന്നതാണ്. ദീദി അത് കണ്ട് പഠിച്ചതാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. എന്റെ ഉള്ളിൽ ഇത് കൊണ്ട് കൊടുത്ത് ദീദിയെ വളയ്ക്കണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞ ഇത് ഈ പകുതി കാശും എന്റെ ദീദിപ്പെണ്ണിന്റെയാണ്. ബാക്കി കാക്കന്മാരും തന്നത്. പിന്നീട് കൊടുക്കുമ്പോ ദീദിയുടെ മുഖത്തെ സന്തോഷം കാണാൻ മാത്രമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ദീദി കയറി വന്നു. കിടക്കാമ്പോടെ തോക്കാനെന്ന് തോന്നുന്നു. ഷോൾ ഇട്ടിട്ടില്ല. മുടിയെല്ലാം നഴുങ്ങി കിടക്കുന്നുണ്ട്. അതിന്റെ ഉരുത്തൽ വകഞ്ഞ മുഖത്തേക്ക് വീണു. ദീദി അത് വകഞ്ഞ് പുറകിലേക്കിട്ടപ്പോ ദീദിയുടെ കരിക്ക് ഒന്നും കൂടി തള്ളിയ പോലെ. കൈപൊക്കി മുടി കെട്ടിയപ്പോ ദീദിയുടെ കഴുത്തിൽ ആസാദിക്കെത്തിയ മാലയും താഴെ ലോക്കറ്റും കാണാം. നീ എന്താ സ്വപ്നം കാണാനോ? ദീദിയുടെ വകയാണ് എന്നെ അതിൽ നിന്നും ഉണർത്തിയത്. ഞാൻ നോക്കുമ്പോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കട്ടിൽ എന്റെ അടുത്ത് വന്നിരുന്നു. എന്താണ് സാറേ, എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ വിളിച്ചതാണോ നീ? ഇല്ല ദീദി, ഞാൻ വെറുതെ നോക്കിപ്പോയതാ. ദീദി ഒന്ന് കണ്ണടയ്ക്കോ? അതെത്തിരാടാ. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ണടക്കി ദീദി. ഒന്ന് മൂളിക്കൊണ്ട് ദീദി കണ്ണടച്ചു. ഞാൻ മെല്ലെ അടിയിൽ വെച്ച കിറ്റെടുത്ത് ദീദിയുടെ കയ്യിലെ വെച്ചു കൊടുത്തു. ഇനി കണ്ണു തുറന്നോ? ദീദി കണ്ണു തുറന്ന് കിറ്റ് നോക്കി. അതിലെ ഡ്രസ്സെല്ലാം കണ്ടു. എന്നെ നോക്കി. ഇത് ആർക്കാരാ? വേറെ ആൾക്ക്, എന്റെ സ്വന്തം ദീദിക്ക്. അത് പറഞ്ഞപ്പോ അവരുടെ കണ്ണുമായി നനഞ്ഞു. അയ്യേ,
എന്തോ ഇത് ഇങ്ങനെ കരയില്ലേ എന്ന് എന്റെ ദീദി കുട്ടി പഴയ ഡ്രസ്സ് തരുത് കേട്ടോ. ദീദി എന്നെ നോക്കിക്കൊണ്ട് ഇട്ട് അവിടെ വെച്ചിട്ട് ഒരു കെട്ടിപ്പിടുത്തം. ശരിക്കും എന്താ പറയാ, ഷോക്ക് അടിച്ച പോലെയായി. മാത്രമല്ല എന്റെ മുഖത്ത് ഉമ്മ തന്നു. ഇതിനു മുന്നും ഇങ്ങനെ സന്തോഷം വരുമ്പോ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്രാവശ്യം ആ സന്തോഷ ആലിംഗനത്തിന്റെ ശക്തി കൂടി. മെല്ലെ എന്റെ കൈകൾ വെച്ച് മിനുസമായ മുടികൾ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു. ദീദിയെ ഞാൻ അടർത്തി നോക്കുമ്പോ ഇപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കൈകൊണ്ട് ദീദിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയരുതെന്ന്. ദീദി എന്നെ നോക്കിക്കൊണ്ട്, 2 വർഷമായി എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി തന്നിട്ട്, അതുകൊണ്ട് പറഞ്ഞതാ. പെട്ടെന്ന് നീതി തന്നപ്പോ എനിക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടെന്ന് തോന്നി. അയ്യേ എന്റെ സുമിക്കുട്ടി, ദീദിക്ക് എന്താരും ഉണ്ട്. ദീദിയുടെ തോന്നയാണ്. പിന്നെ ഇക്കാക്ക് സമയം കുറവല്ലേ, അറിയാലോ, പണിത്തിരക്ക് അതാവും. ദീദി എന്നെ നോക്കി ചോദിച്ചുകൊണ്ട്, കുഞ്ഞു ഞാൻ ഒന്നോട് നിന്നെ കെട്ടിപ്പിടിക്കട്ടടാ പ്ലീസ്. അജു ഇനിയും കരയാനാണോ? സുമി ഇല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തോന്നും. ഞാൻ ദീദിയുടെ കയ്യെ പിടിച്ചു അവിടെ ഇരുത്തി. പോകലിനെ മാഷേ. എനിക്കെന്തോ ദീദി ഇങ്ങനെയൊക്കെ കൊഞ്ചനം കാണുമ്പോ ഒരു കാമുകി കാമുകനോട് പറയുന്ന പോലെ. ദീദി അത് കേട്ട് കരുപ്പിട്ട് ഒരു നോട്ടവും എന്റെ തലക്കിട്ടൊരു കിഴക്കും. ഇപ്പൊ ശരിയായി, ഞാൻ ചിരിച്ചുപോയി. സുമി ഞാൻ പോന്നു. അജു ആണോ, എന്നാ ഇപ്പൊ എനിക്കൊരു ഹക്കുതാ. ദീദി മനസ്സില്ല. അജു വേണ്ട, ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്ക്. ദീദി ഇവിടെ വെച്ചോ, എന്നിട്ട് വേണം നിന്റെ ഇക്കാക്ക് ഇതേത് രാമമ്മൻ തന്നതാടി എന്ന് പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറാൻ. വെറുതെ ഇവിടെയും അങ്ങോട്ട് പോലീസാക്കണോ? ദീദി അത് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചുപോയി. ദീദിക്ക് ദീദിയുടെ അനിയൻ കാമുകൻ തന്നാനെന്ന് പറഞ്ഞു. ദീദി എന്നെ പിടിച്ചൊരു തള്ളു. നിന്നെ ഞാൻ ഇന്നല്ലോ. ഡ്രസ്സിന്റെ കിറ്റ് അവിടെ ഇട്ട് എന്റെ മേത്ത് കയറി കവച്ചിരുന്നു. ഇതിടയ്ക്ക് പതിവുള്ളതാണ്. തല്ലു പിടിക്കാൻ നേരം ഞാനും ദീദിയും വേറെ തരത്തിൽ അതിനെ എടുക്കാറില്ല. അങ്ങനെ ഇരുന്നുകൊണ്ട് എന്റെ കവളിൽ അമർത്തി ഒരു കടി. സ്വർഗം കണ്ടുപോയി ഞാൻ. പാവം പുള്ളിക്കാരി തന്നെ. എന്നിട്ട് അത് തരകിത്തരും. അതൊരു പ്രത്യേക ഫീലാണ്. ആ മഴയും ചീത്ത കൈകൊണ്ട് സോഫ്റ്റായി തടവുമ്പോൾ. അപ്പോൾ തന്നെ ഇറങ്ങി. പോകാൻ നേരം ഞാൻ ഒന്നും കൂടി വട്ടുപിടിപ്പിച്ചു. എനിക്കെന്നും എന്റെ കാമുകെ അയ്യോ ഡാഡാ ബീഡെ ചെയ്തു. ഞാൻ വെറുതെ പറഞ്ഞതാണ്. തീരെ പോകാൻ നേരം വാക്കിങ് അവിടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ട് പോട്ടെ നിന്നു എന്നും പറഞ്ഞു പോയി. ഇതിന് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. അതിന് ഉടനെ തന്നെ ഇരുന്നിരിക്കും. അപ്പൊ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ചെയ്യണം.